السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ പല സഹോദരങ്ങളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നമസ്കരിക്കാൻ നാം തയ്യാറായി നിൽക്കുമ്പോൾ പല രൂപത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കയറി വരികയും നമസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്താണ് അതിനുള്ള ഒരു പ്രതിവിധി എന്നാണ് ചോദ്യം ഉന്നയിക്കാറുള്ളത്. അതിനുള്ള മറുപടി ഇപ്രകാരമാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു അടിമ അവന്റെ റബ്ബുമായി നടത്തുന്ന മുനാജാത്താണ്, സംഭാഷണമാണ്. ആ നമസ്കാരത്തിൽ ഖുർആൻ പാരായണമുണ്ട്, അതിൽ പ്രാർത്ഥനകളുണ്ട്, അതിൽ ദിക്റുകളുണ്ട്. ഇതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കി നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ നാം ചെയ്യേണ്ടത്. ആദ്യമായി നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നു. അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും എപ്രകാരം നീ വിദൂരമാക്കിയോ അപ്രകാരം എന്നെയും എൻ്റെ പാപങ്ങളെയും നീ വിദൂരമാക്കണമേ എന്ന് അള്ളാഹുവോട് അപേക്ഷിക്കുന്ന വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥന. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ ആ ഫാത്തിഹയുടെ അർത്ഥവും അതുപോലത്തെ അതിനുശേഷമുള്ള ഖുർആൻ പാരായണം, ഏറ്റവും ചുരുങ്ങിയത് നാം നമസ്കാരത്തിൽ സാധാരണ പ്രാർത്ഥിക്കാറുള്ള ആ അധ്യായങ്ങളുടെ, ആ സൂറത്തുകളുടെയെങ്കിലും അർത്ഥം നാം നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ദിക്റുകളുടെയും നാം എന്താണ് നമ്മുടെ നാഥനോട്, റബ്ബിനോട് ചോദിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് നാം ചോദിക്കേണ്ടത്. അപ്രകാരം നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചാൽ നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് ഖുശൂ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ്. അപ്പോൾ ഭക്തി ഉണ്ടാകണമെങ്കിൽ, ഖുശൂ ഉണ്ടാകണമെങ്കിൽ എന്താണ് നാം നമ്മുടെ നാഥനോട് ചോദിക്കുന്നത്, എന്താണ് നാം ആവശ്യപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ നാം ശ്രദ്ധയോടുകൂടി നമുക്ക് നമസ്കാരം നിർവഹിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തിയുള്ള നമസ്കാരത്തിൻ്റെ ആളുകളായി നമ്മെ മാറ്റുകയും ആ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.